ഓണത്തെ കാത്തിരിക്കുന്നവർ മലയാളികൾ മാത്രമല്ല. ഓണക്കാലം തമിഴ്നാട്ടിലെ പച്ചക്കറി പാടങ്ങളിലും സമൃദ്ധിയുടെ നാളുകളാണ്. അതിർത്തിയിലെ കാർഷിക ഗ്രാമങ്ങളിൽ കർഷകരും കച്ചവടക്കാരുമൊക്കെ ഓണം മൂടിലാണ്. തമിഴ്നാട്ടിലെ മാർക്കയും കോട്ടയിൽ ഈ ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ എന്താണ് കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. മലയാളിയെ ഓണസദ്യ കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പച്ചക്കറി പാടങ്ങൾ. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പാടശേഖരങ്ങൾ, വിളവെടുപ്പിന് പാകമായ പച്ചക്കറിത്തോട്ടങ്ങൾ, ഉച്ചവെയിലിനെ അവഗണിച്ചും പണിക്കിറങ്ങുന്ന കർഷകർ, കമ്പത്തെയും തേനിയിലെയും ഗ്രാമങ്ങളിലെ കാഴ്ചകൾ പഴയകാല കേരളത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ஓணம் பண்டிகை ஒரு சுமார் நல்லா ஓடிட்டு இருக்கு. இனி விவசாயிகளுக்கு விலைவாசி இந்த பண்டிகைக்கு காய்கறி எப்படி விலைவாசி தெரியும்னு அந்த பண்டிகைகளை அனுசரித்து தான் பார்க்க முடியும். டோட்டல் தான் ஓணத்துக்கு தான் அனுசரித்து பிடுங்குவோம். இந்த வெங்காயம்லாம் ஓணத்தை அனுசரித்து தான் எடுப்போம். மார்க்கெட்டு தான் அன்னைக்கு என்ன ரேட்டு போதோ அதுதான். തേവാരം, ചിന്നമന്നൂർ, കമ്പം, തേനി, ശീലാമ്പട്ടി, വത്തലകുണ്ട്, കൂടല്ലൂർ അങ്ങനെ പോകുന്നു തമിഴ് കാർഷിക ഗ്രാമങ്ങളുടെ നിര. ഓണക്കാലം ഇവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനുള്ള അവസരമാണ്. ചിന്നമന്നൂരിലെ പച്ചക്കറി മാർക്കറ്റിലാണുള്ളത്. തേനിയിലെയും കമ്പത്തെയും പാടങ്ങളിൽ വിളയുന്നതെല്ലാം ഇങ്ങോട്ടേക്ക് എത്തും, ഇവിടെ നിന്ന് കേരളത്തിലേക്ക്. ஓணத்துக்கு பெரிய அளவில் கச்சவடம் இருக்கா? இப்போதான் ஆரம்பம் ஸ்டார்டிங் ஆகுது. ஓரளவுக்கு நல்லாவே நடக்குது. இன்னைக்கு விலை வெண்டைக்காய் இன்னைக்கு 35 ரூபா வரைக்கும் நல்லா வரும். வேற பீட்ரூட் இன்னைக்கு 14 ரூபா, கிரிவேட்ஸு 14 ரூபா, கத்திரிக்காய் 45 ரூபா வரைக்கும் நல்லா வரும். வெள்ளரிக்காய் 30 ரூபா, லாங் பயிர் 50 ரூபா வரைக்கும் நல்லா வரும். சீ பயிர் 25 to 30 ரூபா வரைக்கும் நல்லா வரும். வேற பச்சை மிளகு, உருட்டு மிளகு 80 ரூபா வரைக்கும் நல்லா வரும். இன்னைக்கு நல்லா வரும். മധ്യ കേരളത്തിലെ വ്യാപാരികൾ ചരക്കെടുക്കുന്ന പ്രധാന കേന്ദ്രമാണ് ചിന്നമന്നൂർ പച്ചക്കറി മാർക്കറ്റ്. കർഷകരെക്കാൾ ലാഭമുണ്ടാക്കുന്നത് ഇടനിലക്കാരാണെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം. കർഷകരാണ് ഇവിടെ വന്ന് സാധനം കൊടുക്കുന്നത്. ഈ കർഷകരിൽ നിന്ന് ഇവർ ഇടയ്ക്ക് നിന്നിട്ടാണ് ഇവർ സാധനം വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് ലാഭമില്ലേലും പക്ഷേ ഇടയ്ക്ക് നിന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ അവർ കൊടുക്കുന്ന രീതിക്ക് കൊടുക്കുക. പക്ഷെ അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് പോയി അവിടെ ഒരു ലാഭം കൂടെ ഉണ്ടാക്കാനുള്ള വില കിട്ടുന്നുണ്ട്. ഓണക്കാലത്തെ പച്ചക്കറി വിപണി പിടിക്കാൻ കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള വ്യാപാരികളോട് കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഓണക്കാലം കഴിയുമ്പോഴേക്കും മികച്ച ലാഭമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും. പ്രതിദിനം ടൺ കണക്കിന് പച്ചക്കറിയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കയറ്റി അയക്കപ്പെടുന്നത്. ഓണക്കാലത്ത് മലയാളിയുടെ വയറ് നിറയണമെങ്കിൽ തമിഴ്നാട്ടിലെ പാടങ്ങളിൽ പച്ചക്കറി വിളയണം. ജിബിൻ തോമസിനും ധനേഷിനുമൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.